കേരള കോൺഗ്രസിനും ആർ.ജെ.ഡിക്കും എൽ.ഡി.എഫിൽ അധിക നാൾ തുടരാനാവില്ലെന്ന് ആർ.എസ്.പി നേതാവ് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. കെ. മാണി ജീവിച്ചിരുന്നുവെങ്കിൽ യു.ഡി.എഫ് വിടില്ലായിരുന്നു. ചവിട്ടും തൊഴിയുമേറ്റ് നിൽക്കാതെ സി.പി.ഐയും എൽ.ഡി.എഫ് വിടണമെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. പറഞ്ഞു. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിലാണ് എൻ.കെ. പ്രേമചന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയത്. ന്യൂനപക്ഷ വോട്ട് കിട്ടില്ലെന്ന് കണ്ടപ്പോൾ സി.പി.എം ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ചതായും എൻ.കെ. പ്രേമചന്ദ്രൻ ആരോപിച്ചു. യു.ഡി.എഫിന്റെ വിപുലീകരണം നടക്കുമെന്ന സൂചന നൽകുകയാണ് ആർ.എസ്.പി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. കേരള കോൺഗ്രസ് എം, ആർ.ജെ.ഡി തുടങ്ങിയ പാർട്ടികൾക്ക് അധികകാലം എൽ.ഡി.എഫിൽ തുടരാനാകില്ല. സി.പി.എമ്മിന് ഒപ്പം നിന്ന ഒരു പാർട്ടിയും രക്ഷപ്പെട്ടിട്ടില്ല. സി.പി.ഐ പിടിച്ചു നിൽക്കുന്നു എന്നു മാത്രം. ചവിട്ടും തൊഴിയുമേറ്റാണ് അവർ മുന്നണിയിൽ നിൽക്കുന്നത്. സി.പി.ഐയും യു.ഡി.എഫിലേക്ക് വരണം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ജനാധിപത്യ കക്ഷിയാണ്. അവർക്കൊന്നും സി.പി.എം മുന്നണിയിൽ തുടരാൻ കഴിയില്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ചോദിച്ചു. നിങ്ങൾ കേരള രാഷ്ട്രീയം ഈ 50 വർഷം അല്ലെങ്കിൽ 57-ന് ശേഷം മുന്നണി രാഷ്ട്രീയം വന്നതിന് ശേഷമുള്ള ഈ ഒരു 10-70 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പറയും. സി.പി.എമ്മിനോടൊപ്പം നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടി രക്ഷപ്പെട്ട ചരിത്രമുണ്ടോ? നിഷേധിക്കുന്നില്ല. സി.പി.എമ്മിനേക്കാൾ വലിയ പാർട്ടിയായിരുന്നു സി.പി.ഐ. പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതല്ലാതെ എൽ.ഡി.എഫിനകത്ത് അതും ചവിട്ടും തൊഴിയും കുത്തുമേറ്റ് അപമാനഭാരം കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. അധികാരത്തിന് വേണ്ടി സി.പി.ഐ പിടിച്ചു നിൽക്കുന്നു എന്നതല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വളരാൻ സി.പി.എമ്മിനോടൊപ്പം നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. എത്ര പാർട്ടികളാണ് തകർന്നടിഞ്ഞത്? കോൺഗ്രസ്, സി.പി.ഐ, ആർ.എസ്.പി, ലീഗ്, കേരള കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളെല്ലാം ചേർന്ന് ഭരിച്ചാൽ കേരളം രക്ഷപ്പെടുമെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. വ്യക്തമാക്കി. സി.പി.എമ്മിനെ ഇടതുപക്ഷ പാർട്ടി എന്ന് പറയാനാകില്ല. അതിനേക്കാൾ ഇടതുപക്ഷം ഇപ്പോൾ കോൺഗ്രസ് ആണ്. ന്യൂനപക്ഷത്തെ കാത്തുനിന്നിട്ട് കാര്യമില്ലെന്ന് കണ്ടതോടെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഒപ്പം നിൽക്കുകയാണ് സി.പി.എം. പി. ജയരാജന്റെ പുസ്തകമടക്കം ഇതിന്റെ ലക്ഷണങ്ങളാണെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ പറഞ്ഞു. ദുർബലപ്പെടുമെന്ന് വിചാരിച്ച കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തിയാർജിച്ചു. രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രധാന ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായി മാറി. മതേതര ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ പ്രതീക്ഷയായി കോൺഗ്രസ് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നു എന്നൊരു വലിയ സന്ദേശമുണ്ടായി. അപ്പോൾ ഇനി ന്യൂനപക്ഷത്തെ കാത്തു നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി അവരെ കിട്ടാനുള്ള സാധ്യത വിരളമാണ്, അസാധ്യമാണ് എന്ന് വന്ന സാഹചര്യത്തിലാണിപ്പോൾ അവർ പ്ലേറ്റ് നേരെ തിരിക്കുകയാണിപ്പോൾ. ന്യൂനപക്ഷ വിരുദ്ധതയുടെ രാഷ്ട്രീയം പറഞ്ഞ് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയുടെ വോട്ട് കിട്ടാൻ കഴിയുമോ, അങ്ങനെ തുടർന്ന് മൂന്നാമതും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. സി.പി.എം സംസ്ഥാന ഘടകവും ബി.ജെ.പി ദേശീയ നേതൃത്വവും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതാണ് പിണറായിയെ കേന്ദ്ര ഏജൻസികൾ തൊടാത്തത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്നാൽ 100 സീറ്റിലധികം നേടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് അധികാരത്തിൽ വരാൻ കഴിയും. മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കേണ്ടതെല്ലാം കോൺഗ്രസ് ആണ്. അതിൽ ആർ.എസ്.പി അഭിപ്രായം പറയില്ല. നേതാക്കൾ സാമുദായിക സംഘടനകളെ കാണുന്നത് നല്ലതാണ്. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. സാമുദായിക സംഘടനകളുടെ സ്വീകാര്യത യു.ഡി.എഫ് നേതൃത്വത്തിനുണ്ടാകുന്നത് നല്ലതാണ്. വി.ഡി. സതീശൻ പോകുന്നുണ്ട്, രമേശ് ചെന്നിത്തല പോകുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്, ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്, കെ. സുധാകരൻ പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ മറ്റേതെങ്കിലും ഒരു സ്ഥാനത്തേക്കോ ഉള്ളതിൻ്റെ തയ്യാറെടുപ്പായിട്ടല്ല. കോൺഗ്രസ് ഐക്യത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനൊപ്പം യു.ഡി.എഫിലെ കക്ഷികളെ വിശ്വാസത്തിൽ എടുത്ത് ഐക്യത്തോടെ പോകണമെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. ആവശ്യപ്പെട്ടു. കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിന് നൽകിയ അഭിമുഖത്തിലാണ് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. നിലപാട് വ്യക്തമാക്കിയത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.